അശോകപുരം ദേശനിവാസികളെ, പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് മാനവരാശിയായ നമ്മോട് അറിയിക്കുവാനുള്ള ഒരു സദ്വാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ ഈ യുഗം അവസാനിക്കും. ഏതൊരു കാര്യത്തിന്റെയും അവസാനം അറിയുവാൻ വളരെ വാഞ്ചയുള്ളവരാണ് മനുഷ്യരായ നാം. പ്രിയ സ്നേഹിതരെ, സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോടുകൂടെ വസിക്കുവാൻ താല്പര്യമുണ്ട്. അതാണ് ഈ ടീം അംഗങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുന്നു. ആ സുദിനം ആസന്നമായിരിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളുക എന്ന ഒരു സദ്വാർത്തയാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയങ്ങൾ ഈ സന്ദേശം ശ്രവിക്കുവാൻ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. മനോഹരമായ ഒരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ. മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ. സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലെ, വഹിച്ചിടാം താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാൽച്ചുവടിലെ
ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൽ തൃപ്തരാം. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലയിൽ വഹിച്ചിടാം താൽമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥൻ കാൽച്ചുവടിനെ. ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൽ പുത്രരാൽ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ പ്രളയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാവ് വാഴ്ത്തപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്തിട്ട് മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഭൂമിയിലെ 7 വൻകരകളിൽ ഒരു വൻകരയായ ഏഷ്യ വൻകരയിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ ഒരു ഭാഗമായ ആലുവയിലെ അശോകപുരം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ സർവചരാചരങ്ങളുടെയും പിതാവായ ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള ഒരു അനൗൺസ്മെന്റ് നിങ്ങളെ അറിയിച്ചിട്ട് കടന്നു പോവുകയാണ്. മനുഷ്യനെ കുറിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവിയെ കുറിച്ചുള്ള സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള ഈ സന്ദേശത്തിൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു: രാജ്യത്വത്തിന്റെ സുവിശേഷം സർവ്വ രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിലെല്ലായിടെയും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമാണ് രാജ്യത്തിന്റെ സുവിശേഷം. ഇത് മനുഷ്യർക്ക് അറിയത്തില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയാണ്. ഇത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. മനുഷ്യൻ അതുകൊണ്ടാണ് ഇത് അറിയാത്തത്. ഒളിച്ചു വെച്ചിട്ടുള്ള നിധിയായ രാജ്യത്വ സുവിശേഷം നാം അറിയാതെ പ്രവർത്തിക്കുന്ന, മനുഷ്യർക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് നമ്മുടെ സൃഷ്ടാവിന്റെ, ദൈവത്തിന്റെ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവിന്റെ തലമാണ്, സൃഷ്ടാവിന്റെ ഭവനമാണ്, സൃഷ്ടാവ് നമുക്കൊരുക്കിയിരിക്കുന്ന ഭാവിയാണ്. ഇതെല്ലാം ഒളിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ മനുഷ്യന് മനസ്സിലാകാത്ത ഈ കാര്യം നിങ്ങൾക്ക് സാക്ഷ്യമായി എന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോവുകയാണ്. ഇത് ജാതിയോ മതമോ സംഘടനയോ രാഷ്ട്രീയമോ ഒന്നും ഇതിലില്ല. സ്നേഹനിധിയായ ദൈവത്തിന്റെ നമ്മളോടുള്ള സ്നേഹമാണ്, നമ്മളോടുള്ള സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങൾക്ക് ആ ഭാവി ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകളയാം. ജാതിയോ മതമോ സംഘടനയോ ഒന്നും ഇതിലില്ല. നാം ഇവിടെ അല്പ ദിവസം ജീവിച്ചു മരിച്ചു പോകുന്നു. LKG UKG 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നു. +2 ഡിഗ്രിയും PGയും IELTS ഒക്കെ പാസ്സായി എവിടെയെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സോ എവിടെയെങ്കിലുമൊക്കെ ഒരു ജോലിയോ എടുത്ത് ഇതാ 55 വയസ്സ്, 56ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സിൽ റിട്ടയർ ആയി കുറച്ചു ദിവസം ഈ ലോകത്ത് ജീവിച്ച് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ആയി മനുഷ്യന്റെ വർക്ക്ഷോപ്പായ ആശുപത്രിയിൽ കിടന്ന് അവസാനം ഞാനും നിങ്ങൾ ഇവിടുന്ന് മാറ്റപ്പെടുന്നു. അങ്ങനെ മരണം കൊണ്ട് മാറ്റപ്പെടുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ആർക്കും നിലനിൽപ്പില്ല. എല്ലാവരും ഭാവി സെറ്റപ്പ് ചെയ്യാൻ നോക്കുന്നു, എല്ലാവരും ഹീറോ ആകാൻ നോക്കുന്നു. പക്ഷെ അവസാനം എല്ലാവരും സീറോ ആയി അവസാനിക്കുന്നു. ഇങ്ങനെ ഒരു അവസരത്തിൽ മക്കളെ നാം തിരിച്ചറിയുക, ഇവിടെ മറഞ്ഞു കിടക്കുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവം വാഴുന്ന മണ്ഡലം, ആ മണ്ഡലം ഉണ്ടെന്നും അവിടെ സൃഷ്ടാവായ ദൈവം നമുക്ക് വേണ്ടി ഒരു ഭാവി ഒരുക്കിയിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഈ ഭൂമിയിൽ ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭാവിയിൽ ഒരുപക്ഷെ നിങ്ങളൊരു ഓട്ടോറിക്ഷക്കാരനാകാം,
ഒരു ബാങ്ക് ഓഫീസറാകാം, അല്ല എങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറോ ഡോക്ടറോ രാഷ്ട്രീയക്കാരനോ ആകാം. കുറച്ചു ദിവസം പണിയെടുത്ത് നിങ്ങളിവിടെ മരിച്ചു വീഴും. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഇത് നമ്മൾ കാണുന്ന ഭാവിയാണ്. എന്നാൽ നമ്മൾ കാണാതെ ഇവിടെ മറഞ്ഞു കിടക്കുന്ന ഒരു ഭാവിയുണ്ട്. അതാണ് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ആ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി, പ്രിയ സഹോദരങ്ങളെ, അതാണ് ദൈവത്തിന്റെ കുടുംബം, ദൈവത്തിന്റെ രാജ്യം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി. ഇത് നിങ്ങളെ അറിയിച്ച് കടന്നു പോവുകയാണ്. ആ അടുത്ത ഭാവിയിൽ പ്രിയമായ, നീ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അല്ല, നീ ഈ ഭൂമിയുടെ രാജാവാണ്. നീ ഇതാ ഈ ഭൂമിയുടെ രാജാവാണ്. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആരും ഈ ഭൂമിയിൽ കാണുന്ന ഒരു ചെറിയ ബിസിനസ്സുകാരനോ ചെറിയ തലത്തിലുള്ള ആരുമല്ല, മരണമുള്ള വ്യക്തിയല്ല. നീ ദൈവത്തിന്റെ മകനായി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ മകനായി ഭൂമിയുടെ രാജാവാണ് നീ. നിനക്കത് അറിയത്തില്ല. എന്നാൽ നിന്നെ ഇത് അറിയിക്കുകയാണ് സ്വർഗത്തിലെ ദൈവം ഈ സന്ദേശത്തിലൂടെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് കൂടി നിങ്ങളിത് കേൾക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ ഇത് കേട്ട ഈ സന്ദേശം, നിങ്ങൾ ഇതുവരെ കേട്ട, ലോകത്ത് കേട്ട എല്ലാ സന്ദേശത്തെക്കാളും ശ്രേഷ്ഠമാണ്. ഇത് നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയാണ് ഈ രാജ്യത്തെ സുവിശേഷം. ഇത് തിരിച്ചറിഞ്ഞിട്ട് ആ ഭാവിയിൽ എത്തുവാൻ തക്കവണ്ണം ഉള്ള ഏക മാർഗമാണ് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്ന രക്ഷാകരമായ സന്ദേശം. തന്റെ പുത്രനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വർഗത്തിലെ ദൈവം കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ ഭാവി അറ്റൈൻ ചെയ്യുന്നതിന് തടസ്സമായ പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് നമ്മൾ ഓരോരുത്തരെയും ദൈവത്തോടു കൂടെ ദൈവഭവനത്തിൽ ദൈവത്തിന്റെ മക്കളായി ജീവിപ്പാൻ നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ കാര്യം നമ്മൾ അറിയുന്നില്ല. ഇത് വയലിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. വയലെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇത് മറഞ്ഞുപോയി. ഒരു ജാൻ വയറിന് വേണ്ടിയുള്ള ഈ ഓട്ടത്തിന്റെ ഇടയിൽ യഥാർത്ഥത്തിൽ നമ്മൾ നിത്യമായി ദൈവത്തോടുകൂടെ ജീവിക്കുവാനുള്ള ദൈവത്തിന്റെ ആ സന്ദേശം നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. സുവിശേഷം എന്ന് പറയുന്ന സന്ദേശത്തിൽ പോലും ആ സന്ദേശം പലപ്പോഴും ഉൾപ്പെടാറില്ല. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷ സന്ദേശമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടുക എന്ന്. അതിന്റെ അർത്ഥം ഇതാണ്, നിന്റെ സൃഷ്ടാവായ ദൈവം നിന്നോടുകൂടെ ജീവിക്കാനുള്ള കാലം സമീപിച്ചു. അതുകൊണ്ട് മനുഷ്യനോടുകൂടെ ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യ, നീ നിന്നെ തന്നെ ദൈവത്തിനോടൊപ്പം ജീവിപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ട് ഒരുക്കുന്നുവെങ്കിൽ നിനക്ക് നിത്യം ദൈവത്തിന്റെ മകനായി ദൈവത്തോടുകൂടെ ജീവിക്കുകയും ദൈവം ഒരുക്കിയ ആ ഭാവി മരണമില്ലാത്ത ജീവിതത്തിലേക്ക് നിനക്ക് കടന്നു വരുവാൻ കഴിയുമെന്നുള്ള സന്ദേശമാണ് ഈ രാജ്യത്വ സുവിശേഷത്തിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. അതായത് നിങ്ങൾ ദൈവത്തിന്റെ മകനാണ്, നിന്റെ മരണം മാറ്റി ഇതാ ദൈവഭവനത്തിൽ നിന്നെ ചേർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ പ്രൊഫഷൻ ഇവിടെ ക്ലർക്കും ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും അങ്ങനെ പലതും ആയിരിക്കാം, ബാങ്ക് ഓഫീസറൊക്കെ ആയിരിക്കാം. അതിനുശേഷം നീ മരിച്ചു പോകുന്നു. എന്നാൽ നീ മരണമില്ലാത്ത ഭൂമിയുടെ നിത്യരാജാവായി മാറ്റുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം നിങ്ങളെ അറിയിച്ചിട്ട് ഞങ്ങൾ ഇതാ പോവുകയാണ്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുക എനിക്കിതിന് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട് എന്നുള്ളതാണ് എങ്കിൽ, പ്രിയമകനെ പ്രിയമകളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്കും നിങ്ങൾക്കും അങ്ങോട്ടേക്ക് കടന്നു വരുന്ന ആഗ്രഹമുള്ളത് നല്ലൊരു കാര്യമാണ്. അത് മാനസാന്തരത്തിന്റെ ഒരു അടിസ്ഥാനമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാകും. എന്നാൽ നമ്മൾ അങ്ങോട്ടേക്ക് കടന്നു പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മളുടെ കളറോ നമ്മളുടെ പണമോ നമ്മളുടെ കുടുംബ മഹിമയോ ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ പാപമാണ്. ആ പാപം മാറുവാൻ തക്കവണ്ണം ഒരേ ഒരു വഴിയേ ഉള്ളൂ. പാപത്തിന്റെ ശമ്പളം മരണം. ഞാനും നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരമായി ദൈവപുത്രനായ ക്രിസ്തു മരിച്ചു.
അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട്, അതായത് നിങ്ങളൊരു ബാങ്കിൽ പൈസ അടയ്ക്കാനുണ്ട്, മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി പൈസ അടച്ചു നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ സ്വതന്ത്രമാക്കി. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദൈവം ഒരുക്കിയ ഒളിഞ്ഞുകിടക്കുന്ന ഈ ഭാവിയിലേക്ക് ഞാനും നിങ്ങൾ എത്തുവാൻ, ദൈവരാജ്യത്തിലേക്ക് ഞാനും നിങ്ങൾ എത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശിലൂടെ ഒരു പുതിയ വഴിയെ തുറന്നു. ആ പുതിയ വഴിയിലൂടെ ഇതാ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ദൈവ കുടുംബത്തിലെ ദൈവത്തിന്റെ മകനായി ഭൂമിയുടെ രാജാവായി തീരുന്ന ആ ഭാവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള സദ്വാർത്തയും കൂടെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോ ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ ഭവനത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ ആണ് യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. അതിലേക്കുള്ള ഏക വഴിയാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇതാ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നത്. പ്രിയമകനെ, പ്രിയമകളെ, ഇത് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിന്റെ ജീവിതത്തിൽ നിന്റെ കർത്താവും രക്ഷിതാവും, അതായത് നിന്റെ തലയായി സ്വീകരിച്ച് നീ ഒരു ശരീരം എന്നതുപോലെ, ഒരു അവയവം എന്നതുപോലെ ആ യേശുവിനെ തുടർന്നുള്ള നാളുകളിൽ അനുസരിച്ച് അനുഗമിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. അപ്പൊ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ലക്ഷ്യമാണ്. ആ ലക്ഷ്യമാണ് ക്രിസ്തുവിൽ സ്വർഗീയ പിതാവോട് കൂടെയുള്ള ആ സ്വർഗീയ ഭവനക്കാരായി തീരുന്ന ജീവിതം. രണ്ടാമത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സന്ദേശം എന്ന് പറയുന്നത് മാർഗമാണ്. അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം? തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ അത് എന്റെ പാപത്തിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ തുടർന്നുള്ള കാലങ്ങളിൽ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ആ ക്രിസ്തുവെ അനുസരിച്ച് അനുഗമിക്കാൻ പ്രിയമകനെ, പ്രിയമകളെ, നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ ദൈവിക ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇത് പറയുന്ന സമയത്ത് തന്നെ പ്രിയമകനെ, പ്രിയമകളെ, നിന്റെ ഹൃദയത്തിൽ ക്രിസ്തുവെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ക്രിസ്തുവെ അനുഗമിച്ച് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിങ്ങളെ ആശംസിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ നിങ്ങളുടെ കയ്യിൽ 2 നോട്ടീസുകൾ എത്തിച്ചിട്ടുണ്ട്. ആ നോട്ടീസുകളിൽ ഒന്ന് ഇപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ രാജ്യത്തെ സുവിശേഷമാണ്. ഞങ്ങൾ പറഞ്ഞിട്ട് പോകും, നിങ്ങളത് മറന്നു പോകും. പക്ഷെ ആ നോട്ടീസിൽ അത് എഴുതിയിട്ടുണ്ട്. നോട്ടീസ് മറക്കത്തില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കി ആ മതത്തിലേക്ക്, സംഘടനയിലേക്കല്ല, ക്രിസ്തുവിന്റെ പുറകെ നിന്റെ സൃഷ്ടാവിന്റെ അടുക്കലേക്ക്, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാം. അപ്പോൾ തന്നെ അതിന്റെ കൂടെ മറ്റൊരു നോട്ടീസ് കൂടെയുണ്ട്. ഇവിടെ എറണാകുളം പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടുന്ന പൂക്കാട്ടുപടിക്കടുത്ത് പഞ്ചായത്ത് റോഡിൽ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. കഴിഞ്ഞ 22 വർഷത്തിലധികമായി സ്വർഗത്തിലെ ദൈവം അത് ഞങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ആ ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും, എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കടന്നു വരാം. അപ്പോൾ തന്നെ ജീവിതത്തിലെ പല താളപ്പിഴകൾ കടന്നു വന്ന് എന്റെ വീട്ടുകാർക്ക് ആർക്കും വേണ്ട, എന്റെ ശരീരത്തിന് രോഗമാണ്, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു എന്ന തലത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു ആശ്വാസം, ദൈവത്തിന്റെ ആശ്വാസം പകരുന്ന ഒരു ആശ്വാസ കേന്ദ്രവും കൂടിയാണത്. ദൈവവചനത്തിലൂടെ ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾക്ക് അങ്ങോട്ട് കടന്നു വരാം. ഒരാഴ്ചത്തെ ഭക്ഷണവും താമസവും എല്ലാം സ്വർഗത്തിലെ ദൈവോട് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത ധ്യാനം ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത മാസം 3-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. നിങ്ങളെ ഏവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോകുന്നു. ഈ സമയത്ത് തന്നെ യേശുവിൻ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. അതുവഴി ഇതാ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ക്രിസ്തുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയും നിങ്ങളുടെ സകല വിഷയങ്ങളുടെ മേലും പ്രശ്നങ്ങളുടെ മേലും എല്ലാം ദൈവത്തിന്റെ കരം കടന്നു വരാനിടയാകും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അശോകപുരം ദേശനിവാസികളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ശബ്ദ കാഴ്ചയിൽ അങ്ങയുടെ ശബ്ദം എന്നിലൂടെ കേൾക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും സഹായവരുടെ കൂട്ടായിരുന്നു. അങ്ങ് ഈ സന്ദേശം കേൾപ്പിച്ചതിനായി ഞാൻ അങ്ങേ സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. അപ്പൊ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് അനേകർക്ക് ഇത് ദോഷത്വമായി തോന്നും. എന്നാൽ ഈ ശ്രേഷ്ഠമായ മറഞ്ഞുകിടക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുന്ന ഈ ഭാവിയെ, ഈ രാജ്യത്തെ സുവിശേഷത്തെ, ഈ നിധിയെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങയുടെ മക്കളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇവരുടെ താൽക്കാലികമായ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കരം കടന്നു വരികയും അവിടെ എല്ലാം പരിഹാരം കൊടുക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഈ ദേശത്തെ ദേശവാസികളെ, ഇവിടുത്തെ എല്ലാ ഓഫീസേഴ്സിനെയും, ഇവിടുത്തേതായ എല്ലാ കച്ചവടക്കാരെയും, എല്ലാ കുടുംബങ്ങളെയും, അവരുടേതായ സകലത്തെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ദേശം, ഈ
സന്ദേശത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ അനുഗ്രഹം അവരെ ദൈവ കുടുംബത്തിലെത്തിക്കുവാൻ ഇടയാകട്ടെ. എമ്മേൻ, എമ്മേൻ, എമ്മേൻ. നന്ദി, നമസ്കാരം.